കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഒരു പോക്കാണ് തമിഴ്നാട് നാമക്കൽ സേലമൊക്കെയാണ്. അപ്പോൾ ഈ എക്സാം എഴുതാൻ തന്നെയാണോ പോയതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ഡൗട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിക്കാനും പർച്ചേസിങ് ഒന്നും നടത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഫുള്ളും കരിപ്പൊക്കെ ആയിരുന്നു. ദേഹിപ്പൂരി, പാനിപ്പൂരി, ബഡാപാവ്, പാവുഭാജി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ബഡാപാവ് കിട്ടിയിട്ടില്ല കേട്ടോ, പാവുഭാജി. സോറി, പറഞ്ഞ കൂട്ടത്തിൽ അതങ്ങ് പറഞ്ഞു പോയതാ. അങ്ങനെ എന്താ പറയുക, അവിടുത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ തേടി ഞങ്ങൾ അതൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്തു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വയറ്റിന് കേടൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ദേഹിപ്പൂരിയൊക്കെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അത് കിട്ടിയാന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ഡെയിലി അത് കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എപ്പോഴും ഞങ്ങൾ മസാല ദോശയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ എക്സാമിനൊക്കെ പോകുന്നതല്ലേ, നമ്മൾ വേറൊരു നാട്ടിൽ ചെല്ലുമ്പം അവിടുത്തെ ഫുഡ് നമുക്ക് പിടിച്ചില്ലെങ്കിൽ എന്നാ ചെയ്യും. അതുകൊണ്ട് പിന്നെ ചായ മസ്റ്റാണല്ലോ. എവിടെ പോയാലും നമുക്കൊരു ചായ കിട്ടിയില്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു ഇത് തന്നെയാണ്. അങ്ങനെ വേണ്ട, ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ സെയിം കളറിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടോ. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ വരത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കുറച്ച് എന്തോ പാറയോ കോട്ടയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി പുറത്തൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ബിരിയാണി കഴിച്ചു. ഞങ്ങൾക്ക് ബിരിയാണി അത്ര ഇഷ്ടപ്പെട്ടില്ല. അവരുടെ മസാലയാണെന്ന് തോന്നുന്നു, അത്ര പിടിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മളവിടെ അന്വേഷിച്ചപ്പോൾ നാമക്കൽ വാത്തിക്കറി എന്ന് പറഞ്ഞൊരു ഫേമസ് സാധനമുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം. താറാവ് കറിയാണ്, നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല താറാവ് കറി. ഞങ്ങൾ പൊറോട്ടയോടെയാണ് കോമ്പിനേഷൻ ആക്കിയത്. ഇതൊക്കെ ഒരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളല്ലേ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടുന്ന് ഒരു കോഫി കുടിച്ച് ടാറ്റയും പറഞ്ഞ് പിരിഞ്ഞു.